നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം NSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അൺലിസ്റ്റഡ് ഷെയർസ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് 1-2 ആഴ്ചകളായിട്ട് ഒത്തിരി പേര് NSEയുടെ വാല്യൂഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയുന്ന പോലെ തന്നെ ആദ്യം NSE അൺലിസ്റ്റഡ് ഷെയർസ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഏകദേശം 200-250 എന്നതിൽ കുറഞ്ഞിട്ടുള്ളത് അവൈലബിൾ അല്ലായിരുന്നു. ഒരു ലോട്ട് പോലെയായിരുന്നു പലപ്പോഴും സെൽ ചെയ്തുകൊണ്ടിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇതിന് പ്രയർ അപ്രൂവൽ വേണമായിരുന്നു ബോർഡിൽ നിന്ന്. അതുകൊണ്ട് മാത്രമാണ്. അപ്പം ഓരോ തവണയും നമ്മൾ കൊടുക്കുന്നത് മന്ത്ലി ബോർഡിന്റെ അകത്ത് വെച്ചിട്ട് അപ്രൂവൽ ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെ ആയിരുന്നു ട്രാൻസ്ഫർ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. FCRG എന്ന് പറയുന്ന പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഇപ്പോൾ ഷെയർസ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ ബോൺസും സ്പ്ലിറ്റിനും ഒക്കെ ശേഷം ഇത് സാധാരണ അൺലിസ്റ്റഡ് ഷെയർസ് ഒക്കെ പോലെ തന്നെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നു. അത് നടപ്പിലായത് ഏകദേശം ഒരു 2-3 ആഴ്ചകൾക്കൊക്കെ മുമ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ബയേഴ്സ് ഒക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ വാങ്ങിക്കുന്നത് സത്യത്തിൽ ഇന്ന് ഈ അൺലിസ്റ്റഡ് ഷെയർസിന്റെ വില ലിസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിലാണോ അല്ലയോ എന്നുള്ളതാണ്. മറ്റൊന്നും കൊണ്ടല്ല, അൺലിസ്റ്റഡ് ഷെയർസിന്റെ മാർക്കറ്റിന്റെ അകത്ത് പലപ്പോഴും വാല്യൂഷൻ എന്ന് പറയുന്നതും ട്രാൻസ്പെറൻസി എന്നൊക്കെ പറയുന്നതും വിശ്വാസ്യത എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അതേസമയം തന്നെ ടാറ്റ ടെക് പോലെയൊക്കെ ഉള്ളത് അൺലിസ്റ്റഡ് മാർക്കറ്റിനകത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഇരട്ടിയോളം ലാഭം ലഭിച്ചു. അതിന്റെ അപ്പുറത്തെ സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്തു നോക്കാൻ പറ്റുന്നത് ഹെക്സവെയർ ടെക്നോളജീസ് ആണ് അടുത്തവിടെ ലിസ്റ്റ് ചെയ്തത്. ഹെക്സവെയർ അതേസമയം അൺലിസ്റ്റഡ് ഷെയർസിന്റെ അകത്ത് വാങ്ങിച്ചത് നഷ്ടമാണ് സംഭവിച്ചത്. മറ്റൊന്നും ഓവർ വാല്യൂഷനിലാണ് അൺലിസ്റ്റഡ് മാർക്കറ്റിന്റെ അകത്ത് അത് വിറ്റുപോയിക്കൊണ്ടിരുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഏകദേശം 1000 രൂപയുടെ മുകളിലൊക്കെയാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത് അൺലിസ്റ്റഡ് ഷെയർസിന്റെ അകത്ത്. അപ്പൊ അതേസമയം അത് ലിസ്റ്റ് ചെയ്ത പക്ഷേ 700 ചില്ലറ രൂപയിലായി. ഇപ്പോഴും 700 ചില്ലറ രൂപയിലൊക്കെ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് അൺലിസ്റ്റഡ് മാർക്കറ്റിന്റെ അകത്ത് ഏതാണെങ്കിലും എത്ര നല്ല വലിയ കമ്പനി ആണെങ്കിൽ പോലും വലിയൊരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ അവിടെ ട്രേഡ് ചെയ്യുന്ന വില അത് സൈദ്ധാന്തികമായിട്ട് ഫെയർലി പ്രൈസ്ഡ് ആണോ എന്നുള്ളതാണ്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ സെയിൽസ് വോള്യൂം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ബെറ്റർ പ്രൈസ് ഡിസ്കവറി സംഭവിക്കും. വാല്യുവേഷനുമായിട്ട് വളരെയധികം അന്തരമില്ലാത്തൊരു പ്രൈസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർബിട്രറി പ്രൈസിംഗ് ആണ്. ആസ്ക് ബിഡ് പ്രൈസ് ഒക്കെ അൺറിയലിസ്റ്റിക് ആയിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് കഴിഞ്ഞ ക്വാർട്ടർലി NSEയുടെ ഡാറ്റ വെച്ചിട്ട് ഇപ്പോൾ അൺലിസ്റ്റഡ് ഷെയർസിന്റെ അകത്ത് അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു വില ഫെയർലി പ്രൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതൊരു വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ഒന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും അത്യാവശ്യം ഒരു അവബോധം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന വില ഇപ്പോൾ ഏകദേശം 1500 മുതൽ 2500 രൂപ വരെ എന്ന വില നിലവാരത്തിലാണ് ഫേസ് വാല്യൂ 1 രൂപയുള്ള ഷെയറിന്. അപ്പൊ നമുക്ക് അവൈലബിൾ ഡാറ്റ വെച്ചിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഡിസംബറിലെ ക്വാർട്ടർലി റിസൾട്ട് വരെയുള്ളത് വെച്ച് നോക്കാം. നമുക്ക് റവന്യൂ ഫ്രം ഓപ്സ് നമുക്ക് കാണാൻ കഴിയും. 3 ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്സ് എന്ന് പറയുന്നത് 13,369 കോടി രൂപയാണ്. ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം 4000 കോടി രൂപയുടെ അടുത്ത് വരുന്നു. ഇത് 3 ക്വാർട്ടറിലേക്കുള്ളതാണ്, 9 മാസത്തെയാണ്. 3 മാസത്തെ പാറ്റ് 9538 കോടി രൂപയാണ്. 3 മാസത്തെ EPS നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 111.87 വരും. ROE ആനുവലൈസ്ഡ് 46%. അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ലതാണെന്ന് വേണ്ടും നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്കി ഡാറ്റയും വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ P റേഷ്യോ വേണമെങ്കിൽ നോക്കാം. നമുക്കറിയുന്ന പോലെ തന്നെ 3 മാസത്തത് EPS എന്ന് പറയുന്നത് 38.54 എന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തെ ശേഷം 51.39 എന്ന് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ് ഫിഗർ നമുക്ക് നോക്കാം. ഒരു 51, 52 എന്ന് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 1700 എന്ന് പറയുന്ന ഒരു ആവറേജ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ 1700 എന്ന് പറഞ്ഞെടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു 1700 എന്ന ഒരു പ്രൈസിലാണ് ഇത് അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 33 എന്നൊരു P റേഷ്യോ ലഭിക്കും. അതേസമയം Q3 EPS മാത്രം എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിലെ EPS മാത്രം എടുത്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് ടോട്ടൽ ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് ഏകദേശം 62 വരും. അങ്ങനെയെങ്കിൽ P 27.4 എന്ന നിലയിലേക്ക് താഴും. അപ്പോൾ കൂടുതൽ മെട്രിക്സസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. അടുത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ കൂടി നോക്കാം. പ്രൈസ് ടു ബുക്ക് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ 1700 കണക്ക് കൂട്ടുകയാണെങ്കിൽ 111.87 എന്ന് പറയുന്ന ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15.2x എന്ന രീതിയിൽ ഇത് ട്രേഡ് ചെയ്യുന്നതാണ് കണക്ക് കൂട്ടാൻ. അതുപോലെ റിട്ടേൺ ഇക്വിറ്റി 46%. അപ്പോൾ ഇതിനകത്തൊക്കെ P വേണമെങ്കിൽ ഇൻഡസ്ട്രി P ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. കാരണം കുറച്ച് എക്സ്ചേഞ്ചുകളൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ BSEയുടെ P 80 ആണ്, MCX ആണെങ്കിൽ 52 ആണ്. ഈ 2 എക്സ്ചേഞ്ചുകൾ അല്ലാതെ NSEയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സെയിം കാറ്റഗറിയിൽപ്പെട്ടതൊന്നുമില്ല. സ്ക്രീനറോ അല്ലെങ്കിൽ അതുപോലെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ചിലപ്പോൾ ആ കൂടെ തന്നെ CDSലോ, CAMSോ, KFINO
അല്ലെങ്കിൽ IEX എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കാണിച്ചു തരും പിയർ കമ്പാരിസന്റെ അകത്ത്. പക്ഷെ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം ബിസിനസ് മോഡൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. BSEയും MCXുമായിട്ടൊക്കെ നമുക്ക് NSEയെ കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ രണ്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം NSEയുടെ ഏറ്റവും മോശപ്പെട്ട PE ആയിട്ടുള്ള 62, NSEയുടെ ഏറ്റവും മോശപ്പെട്ട PE ആയിട്ടുള്ള 51, 52 എന്ന് പറയുന്നത് പോലും ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന BSE MCXനെയും കമ്പയർ ചെയ്യുമ്പോൾ മെച്ചമാണെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ BSE MCX ഒക്കെ യഥാക്രമം 20ഉം 17ഉമാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ. അതേസമയം NSE നമുക്ക് ലഭിക്കുന്നത് 15.2 ആണ്. അതുപോലെ തന്നെ ROE ആണെങ്കിലും നമുക്ക് NSEക്ക് 46% ലഭിക്കുന്നു. അതേസമയം മറ്റത് 30ന്റെ താഴെയാണ് മറ്റേത് 2ലും. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് സാധാരണ രീതിയിലൊരു പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു പാരാമീറ്റർ ആയിട്ടാണ് കരുതപ്പെടുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ NSE സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റി ഫാക്ടേഴ്സ് ഒന്നും അത്ര നമ്മൾ കൺസേൺ ആയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേസമയം ആകെ നമുക്ക് കൺസേൺ ആയിട്ടുള്ളത് അൺലിസ്റ്റഡ് മാർക്കറ്റ് ആയതുകൊണ്ട് വില എന്ന് പറയുന്നത് നിയന്ത്രിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ബെറ്റർ പ്രൈസ് ഡിസ്കവറിയോ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൺസേൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 1700 എന്ന വിലയിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ഒരുതരം ഫെയർലി പ്രൈസ്ഡ് ആണ് എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനകത്ത് വന്നു ചാടുന്നവർ ചില കാര്യങ്ങളൊക്കെ അറിയുക, ഇത് ലിസ്റ്റ് ചെയ്താലും ഇതിനേക്കാളും വലിയ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകും ഇതിനേക്കാളും എന്നുള്ളത് ഞാൻ ഇന്നത്തെ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല. ലിസ്റ്റിംഗ് എന്നാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. 2025 നടക്കാനുള്ള സാധ്യതകൾ തുച്ഛമാണ്. എങ്കിൽ പോലും നമുക്ക് ടാറ്റ ടെക് ഒക്കെ പോലെ അൺലിസ്റ്റഡും അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലാഭം കിട്ടിയതുപോലെ വലിയൊരു ലാഭം ലഭിക്കുമെന്നുള്ളത് ഈ NSEയുടെ ഇന്നത്തെ ഒരു വിലയനുസരിച്ച് കണക്കാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അധികം ലിക്വിഡിറ്റി ഇല്ലാത്ത ഫണ്ടുകൾ വേണ്ടാത്തത്, അടുത്ത കാലത്തൊന്നും വേണ്ടാത്തത്, അങ്ങനെയുള്ള പണം കയ്യിലുള്ളവർ മാത്രം ഇത്തരത്തിലുള്ള അൺലിസ്റ്റഡ് ഷെയർസിന്റെ അകത്ത് നിക്ഷേപിക്കാൻ വേണ്ടി നോക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ എപ്പോഴും അൺലിസ്റ്റഡ് ഷെയർസ് അനലൈസ് ചെയ്യുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഒന്ന് വിശ്വാസ്യതയുടെ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും എന്നൊക്കെ ഉള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും കണ്ടിട്ടുണ്ട് പണം കൊടുത്തതിന് ശേഷം ഷെയർസ് ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. പിന്നെ പണം കൊടുത്തതിന് ശേഷം ഒത്തിരി കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് 3, 4, 5 ആഴ്ചകൾ കഴിഞ്ഞ് പണം അതുപോലെ തിരിച്ചു കൊടുക്കുന്നവരുണ്ട്. അവർ ആ പണം റൊട്ടേഷൻ നടത്തുന്നവരാണ്. ചിലർ പണം കൊണ്ട് പോയിട്ട് പിന്നെ അതിന് അഡ്രസ് ഇല്ലാത്തവരുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ നമുക്ക് ഷെയർസ് ഒക്കെ കയ്യിൽ കിട്ടിയാൽ പോലും ഈ ഷെയർസ് നമ്മൊന്ന് ലിക്വിഡൈസ് ചെയ്യണം അല്ലെങ്കിൽ പണത്തിന്റെ ആവശ്യം വന്ന് വിൽക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് പലപ്പോഴും സാധിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ്ടി വരും ചില പ്ലാറ്റ്ഫോംസിൻ്റെ അകത്തൊക്കെ. പിന്നെ ചില അൺലിസ്റ്റഡ് ഷെയർസിൻ്റെ അകത്തൊക്കെ നിങ്ങളെ ആങ്കർ ഇൻവെസ്റ്റർ ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഒരു എക്സസ് മണി കയ്യിലുള്ളവർ, എക്സസ് ഫണ്ട്സ് കയ്യിലുള്ളവർ, പെട്ടെന്നൊന്നും ലിക്വിഡൈസ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്തവർ, റിസ്ക് വളരെയധികം എടുക്കാൻ തയ്യാറുള്ളവർ, ഇവർ മാത്രം വളരെ ക്രിട്ടിക്കലായിട്ട് അൺലിസ്റ്റഡ് ഷെയർസിനെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപിക്കാൻ ഇറങ്ങുക. അല്ലാത്തവർ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അടുത്ത് റെഗുലേറ്റഡ് ആയിട്ട് ഒരു ബെറ്റർ പ്രൈസ് ഡിസ്കവറി ഉള്ള സിസ്റ്റത്തിന്റെ അകത്ത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് NSEയുടെ അൺലിസ്റ്റഡ് ഷെയർസിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ കുറെ മാറിക്കാണുമെന്ന് കരുതുന്നു. മറ്റൊരു തരത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.